ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി അശ്വിൻബാസ് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ഒരു പുതിയ വീഡിയോ സാധനം ചെയ്തു. അപ്പോൾ നമ്മളിന്ന് നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ വീടിനകത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ക്രാഫ്റ്റ് വീഡിയോസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോയാൽ അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇതുപോലുള്ള കുറച്ച് കളർ പേപ്പറുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറും ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മുടെ കോമ്പസിനകത്ത് ഏകദേശം 3.5 സെൻറ്റിമീറ്റർ അളവെടുക്കുക, കറക്റ്റായിട്ട് അളവെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പേപ്പറാണോ ആ പേപ്പറിലോട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക കറക്റ്റായിട്ട്. ഇനി ആ റൗണ്ട് ഷേപ്പ് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കുക. നമ്മൾ ഏകദേശം ഈ ഒരു കളർ എടുത്തെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണോ, നല്ല കട്ടിയുള്ള കളറാണെങ്കിൽ ഏറ്റവും നല്ലത്, ഇച്ചിരി സ്റ്റൈലായിട്ടിരിക്കും. അപ്പോൾ എല്ലാ കളറും ഇതുപോലെ എടുക്കുക. നമ്മൾ ഏകദേശം ഇനി 2 ഡിഫറൻറ്റ് കളർ കൂടെ ഇതിനുവേണ്ടി ചൂസ് ചെയ്യുന്നുണ്ട്. മൊത്തം നമ്മൾ 3 ഡിഫറൻറ്റ് കളർ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2, 3, 4 അല്ലെങ്കിൽ എത്ര കളർ വേണോ അതിനനുസരിച്ച് ഉപയോഗിച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം കണ്ടോ, നമ്മളെല്ലാ കളറും 4 പീസ് വീതം 4 എണ്ണം വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് 2ആയിട്ടൊന്ന് മടക്കുക. കണ്ടോ, എല്ലാ വശവും ഒരേപോലെ വരുന്ന രീതി 2ആയിട്ട് മടക്കുക. ആ മടക്കുമ്പോൾ ഒരു പാട് വരുമല്ലോ നടുക്ക് വശത്ത്, ആ പാടുള്ള ഭാഗം ഇങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ 2 പീസായിട്ട് കിട്ടും. നമ്മുടെ ഇരിക്കുന്ന എല്ലാ പേപ്പറുകളും ഇതുപോലെ തന്നെ 2ആയിട്ട് മുറിച്ചെടുക്കുക. കണ്ടോ, എല്ലാ പേപ്പറുകളും ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുക. ഇതിനുശേഷം നമ്മൾ കോൺ ഷേപ്പ് രൂപത്തിൽ നിന്ന് മടക്കിയെടുക്കണം. വീഡിയോ കാണുന്നത് തന്നെ നോക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ പതുക്കെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഏത് പശയാണോ ഉപയോഗിക്കുന്നത് ആ പശ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ കുറച്ച് നേരം ഇരുന്നാൽ തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും പേപ്പറിലൊക്കെ. അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പ് കിട്ടി. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാം. കണ്ടോ, 2 വശം ഒരേപോലെ അപ്പുറം ഇപ്പുറം വരുന്ന രീതി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കോൺ ഷേപ്പിലെ ഈ രൂപങ്ങൾ ഒരേ വലുപ്പത്തിൽ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പേപ്പറുകളും ഇതുപോലെ 3.5 സെൻറ്റിമീറ്റർ റൗണ്ട് ഷേപ്പ് എടുത്ത ശേഷം കട്ട് ചെയ്ത് 2ആക്കി അതിനുശേഷം കോൺ ഷേപ്പ് ഇതുപോലെ എല്ലാം മടക്കി ഒട്ടിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ഈ സംഭവം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി നമ്മൾ ഇതുപോലെ ചെറിയൊരു കാർഡ്ബോർഡ് എടുത്തു. അതിനുശേഷം റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തു. വളരെ സിമ്പിളായിട്ട് എടുക്കാനേ ഉള്ളൂ. ഇതിനുശേഷം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വാട്ടർ കളറാണ്. ഏകദേശം ബ്ലാക്ക് കളറിലെ ജസ്റ്റ് ഇതുപോലെ മൊത്തം സൈഡ് ഒന്ന് അടിച്ചു കൊടുത്തു. ബ്ലാക്ക് ആകുമ്പോൾ ഇച്ചിരി ഭംഗിയാണ്, അതുകൊണ്ടാണ് ബ്ലാക്ക് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് ഉപയോഗിക്കുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ഏകദേശം 20 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതുപോലൊരു കട്ടിയുള്ള നൂലെടുത്തു. അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ചെമ്പൂമ്പി ഒന്ന് കെട്ടി. ചെമ്പൂമ്പി കെട്ടിയ കാര്യം നമ്മൾ പറയാം. അപ്പോൾ ഈ നൂലിനെ മറ്റൊരു വശം ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക, ചെറുതായിട്ടൊരു കെട്ടിടുക. അപ്പോൾ നമ്മൾ ആ ചെമ്പൂമ്പ് കെട്ടിയത് ഇതുപോലെ ചെറിയ മുത്തുകളുണ്ടെങ്കിൽ അതിലൂടെ കയറ്റിവിടാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ചെമ്പൂമ്പ് കെട്ടിയത്. ചെമ്പൂമ്പിലൂടെ വളരെ എളുപ്പം തന്നെ കയറുന്നതായിരിക്കും. ഇനി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ കോൺ ഷേപ്പിലെ സാധനം അതിലോട്ടൊന്ന് കയറ്റി വിടുക. അതിനുശേഷം ഒരു നീല കളറിലെ മറ്റൊരു മുത്തും ജസ്റ്റ് കയറ്റി വിട്ടാൽ ഒരു ഭംഗി വരുന്നതായിരിക്കും. കണ്ടോ, ഈ ഒരു സ്റ്റൈൽ നോക്കുക. ഇനി നമ്മൾ വീണ്ടും നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം എടുത്ത ശേഷം അതിൻ്റെ അളവ് നോക്കി രണ്ടാമത്തെ എവിടെ വെക്കണോ അതിൻ്റെ അളവ് ജസ്റ്റ് ഒരു കെട്ട് കൊടുക്കുക. നമ്മൾ ആ കെട്ട് ഇടുന്നത് ഈ സാധനം താഴോട്ട് ഉരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, അതായത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി. ഇനി അതിനകത്തൊരു മുത്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഊരിപ്പോകത്തില്ല. ആ ഒരു സ്റ്റക്കി ആ ഒരു കോൺ ഷേപ്പ് തട്ടി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എങ്ങനെ ഇത് ഉണ്ടാക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ. ഇത്രേ ഉള്ളൂ. കണ്ടോ, അവിടെ കൊടുത്ത ശേഷം ആ നീല കളറെ മുത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മുത്തിടണമെന്നൊന്നുമില്ല. മുത്തിടുമ്പോഴേക്ക് പെട്ടെന്ന് ഇറച്ചിക്കാനുള്ള ഒരു കളർ വരും, ഒരു സ്റ്റൈലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ മുത്ത് യൂസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ഓരോ സംഭവം ചെയ്യുക. കണ്ടോ, നമ്മൾ വീണ്ടും ലെവൽ വെക്കുക. കറക്റ്റായിട്ട് ലെവൽ വെച്ച ശേഷം മൂന്നാമത്തെ ഇരിക്കുന്ന ഏത് വശമാണെന്ന് നോക്കുക. കണ്ടോ, ആ ഒരു ഭാഗമല്ലേ, അപ്പോൾ അവിടെ ഒരു കെട്ട് കൊടുക്കുക. എന്നിട്ട് ആ മുത്ത് ഓൾറെഡി നമ്മൾ കയറ്റിയിട്ടുണ്ട്. ആ മുത്തും ആ ഒരു കോൺ ഷേപ്പിലെ ആ പേപ്പർ കളറും ജസ്റ്റ് അതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെച്ച ശേഷം നമ്മുടെ നീല കളറിലെ ആ മുത്ത് വീണ്ടും ഒന്ന് ജസ്റ്റ് കയറ്റി വിടുക. അപ്പോൾ അവിടെ ഒരു സ്റ്റൈൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ 20 സെൻറ്റിമീറ്ററിലെ നൂലിലും ഇതുപോലെ തന്നെ ചെയ്ത് 7 പീസ് എടുക്കണം. 7 എണ്ണം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഇതിനുശേഷം നമ്മുടെ മറ്റേ വാട്ടർ കളർ അടിച്ച് ആ കാർഡ്ബോർഡ് ഉണങ്ങി കാണും. അതിലോട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ നീല കളറിലെ മുത്ത് വെച്ചപ്പോഴേക്ക് അറേഞ്ച് വരുമ്പോൾ ഒരു സ്റ്റൈൽ വരുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ തന്നെ നിങ്ങൾ മാക്സിമം അറേഞ്ച് ചെയ്യാൻ നോക്കുക. മൊത്തം 7 എണ്ണം വേണം. അപ്പോൾ നമ്മൾ 7 എണ്ണം ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ സാധാരണ ഫെവിക്കോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടുന്ന പശ ഏതാണോ അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകതയുണ്ട്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് താഴോട്ട് വലിച്ചോ അല്ലെങ്കിൽ മുകളിലോട്ട് വലിച്ചോ നമുക്ക് അറേഞ്ച് ചെയ്യാം. പെട്ടെന്ന് ഒട്ടുന്ന പശയാണ് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് അളവ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൈൽ മൊത്തം പോകുന്നതായിരിക്കും. കണ്ടോ, അതിനുശേഷം ഫെവിക്കോൾ വെച്ച് നിങ്ങളെല്ലാ ഭാഗം ഒട്ടിക്കുമെന്ന് വിചാരിക്കുക. അതിൻ്റെ മുകളിൽ വശത്തൂടെ കുറച്ച് ഫെവിക്കോൾ ഒഴിച്ചിട്ട് ചെറിയ പേപ്പറുകൾ ജസ്റ്റ് അതിൻ്റെ പുറത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫെവിക്കോൾ ഒട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഫെവിക്കോൾ ഒട്ടാൻ ഇച്ചിരി താമസിച്ചെടുക്കും. അപ്പോൾ ഏകദേശം ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി വെക്കുക. കുറച്ച് നേരം ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പെട്ടെന്ന് ഒട്ടി വരുന്നതായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ സൈഡിൽ കാണുന്ന പൂവില്ല, ആ പൂ കളർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതിനകത്ത് 7 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന്
ഒരു പേപ്പർ എടുക്കുക 7 സെൻറ്റിമീറ്ററിൽ കറക്റ്റ് 7 സെൻറ്റിമീറ്റർ എടുക്കുക. കാരണം അത്തരം വലിപ്പത്തിൽ ഒരു പൂ മതി നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ത്രികോണത്തിൽ ഇതുപോലെ മടക്കിയെടുക്കുക. ഒരേ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം സൈഡിൽ എന്തെങ്കിലും പൊങ്ങിയിരിക്കുന്ന ഭാഗമല്ല ഒന്ന് മുറിച്ചിട്ടേക്കുക. ഇനി നമ്മളിത് വീണ്ടും ഒന്നുകൂടെ മടക്കിയെടുക്കണം. കണ്ടോ, കറക്റ്റ് വീഡിയോ കാണുന്നത് തന്നെ ചെയ്യും. ഒന്നുകൂടെ മടക്കിയെടുത്തു. അതിനുശേഷം നമുക്കൊന്ന് നിവർത്തിയിട്ട് കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു ഷേപ്പ് ഇടുന്നുണ്ടോ. അപ്പോൾ നടുക്കൊരു നല്ല മാർക്ക് വന്നാണ്. ഇനി വലതുവശത്തെ ആ ഒരു പേപ്പർ സൈഡിൽ ഇടതുവശത്തെ വലത്തോട്ടും വെക്കുക. എന്നിട്ട് നിങ്ങൾ തിരിച്ച് നോക്കുക. തിരിച്ച് നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും അറേഞ്ച് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നേരെ അറേഞ്ച് ആക്കിയിട്ട് ജസ്റ്റ് വലിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകുന്നതായിരിക്കും. ഇനി ചുമ്മാ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ബലമായിട്ട് ആ അറേഞ്ച്മെൻറ്റ് മാറാതിരിക്കും. നമുക്കിനി ഇതിനൊരു പൂ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേറെ രീതിയിൽ പൂ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് വരയ്ക്കുക. കണ്ടോ, കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം അതൊന്ന് കത്രി വെച്ച് കറക്റ്റായിട്ട് വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കുക. ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുത്തത്. ഇനി ഒന്ന് തുറന്ന് നോക്കിയാൽ മതി, നമ്മുടെ പൂ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര എണ്ണം ഉണ്ടാക്കും. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരേ കളറിലെ 2 എണ്ണവും വ്യത്യസ്ത കളറിലെ ഓരോ വിധമാണ്. ഈ ഇതിൻ്റെ ഇതെല്ലാം നല്ല ഭംഗിയാകാൻ വേണ്ടി ഒന്ന് മടക്കി കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ നമ്മുടെ മറ്റേ സംഭവം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിച്ചമുള്ള നൂലുണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ല, അത് ഇച്ചിരി വൃത്തികേടാവും. അവിടെ ആ നൂലെല്ലാം ഒന്ന് കണ്ടിച്ച് കളഞ്ഞേക്കുക. കറക്റ്റായിട്ട് തന്നെ ഒന്നെല്ലാം വൃത്തിയായിട്ട് കണ്ടിച്ച് കളഞ്ഞ് ശരിയാക്കുക. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്ത് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളത് ഭിത്തിയിലോട്ട് ഒട്ടിച്ച് വെക്കാൻ പോണ്. അപ്പോൾ ശേഷം ഇത് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് ആ പൂക്കളൊക്കെ ഒന്ന് ഒട്ടിക്കണ്ടേ, ആ സെറ്റപ്പാക്കി എടുക്കണം. അതിന് ഇതിൽ നല്ല ഒരു പൂവിൻ്റെ ഭംഗി ഇട്ടാൻ വേണ്ടി ഒന്ന് മടക്കി എടുക്കുക. അതിനുശേഷം ഫെവിക്കോൾ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ തന്നെ ഒട്ടിച്ച് ഇഷ്ടപ്പെട്ടത് ഒരു സൈഡോട് മാറ്റി ഒട്ടിച്ചാൽ മതി. ഇനി രണ്ടാമത് ഡിഫറൻറ്റ് വേറെ കളർ എടുക്കുക. ഇങ്ങനെ മടക്കിയിൽ തന്നെ ജസ്റ്റ് ആ ഓരോ ഇതിലും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. കണ്ടോ, എന്നിട്ട് നിവർത്തിയാൽ മതി. മടക്കിയിട്ട് നിവർത്തുമ്പോൾ ഇതിലൊരു ഭംഗി കാണാൻ തോന്നും. എന്നിട്ട് ഇതും അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഇരിക്കുന്ന എത്ര നിങ്ങൾ ഉണ്ടാക്കിയോ അത്ര നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഏകദേശം 4 എണ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിൻ്റെ ഭംഗി 4 എണ്ണം വെച്ചിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന 2 മുത്താണ്. 2 സ്റ്റൈൽ വരട്ടാൻ ഓർത്ത് 2 മുത്ത് ചുമ്മാ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ പൂവിൻ്റെ ഒരു ഭംഗി അവിടെ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ 2 മുത്ത് കറക്റ്റായിട്ട് ഒട്ടിച്ചു നോക്കുക. ഇനി നമുക്കിത് ഭിത്തി ഒട്ടിക്കണമെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് തന്നെ ഉപയോഗിക്കണം. അതിനുവേണ്ടി ഡബിൾ സൈഡ് ടേപ്പ് എടുത്തു. വേറെ ഏതെങ്കിലും പശ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാന്നുള്ളൂ. ഡബിൾ സൈഡ് ടേപ്പ് ആണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. പക്ഷേ നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുത്ത ശേഷം അതിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇനി നേരെ തന്നെ നിങ്ങൾ പോയി ഭിത്തിയിലോ വീടിൻ്റെ മുറിയിലോ എവിടെയാണ് ഒട്ടിക്കേണ്ടത് അവിടെ കൊണ്ട് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ സംഭവം വളരെയധികം റെഡി ആയിട്ടുണ്ട്. ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഷാഡോ എല്ലാം ഒരേ അളവിൽ പോയിരിക്കുന്നുണ്ടോ. ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു. എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവൻ കാണാനും ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. കാരണം നമ്മൾ വീഡിയോ ഡെക്കറേറ്റ് ചെയ്യാൻ മാക്സിമം നല്ല ഐഡിയാസാണ് നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഈ വരാൻ പോകുന്ന നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മുടെ റൂം എങ്ങനെ അടിപൊളിയാക്കി സ്റ്റൈലാക്കാൻ പറ്റിയ കുറേ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.